ഹായ് എവരിവൺ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ അതിനകത്ത് കമൻറ്റ് ചെയ്തു, ആളുടെ സ്കോർപിയോ റണ്ണിങ്ങിൽ ഓഫായി പോവാണ്, പിന്നെ നിർത്തിയിട്ട് തള്ളി സൈഡിലേക്ക് മാറ്റിയിട്ടിട്ട് ന്യൂട്രാക്കിയിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമാണ് സ്റ്റാർട്ട് ആവുള്ളൂ. അങ്ങനെ പറഞ്ഞ ഒരാൾ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് കമൻറ്റിന് റിപ്ലൈ കൊടുത്തു. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കാൻ പറഞ്ഞ് ഞാൻ റിപ്ലൈ കൊടുത്തായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് പിന്നെ ഒരു ഇതുണ്ടായത്, ഒരു കംപ്ലൈൻറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്താലോ എന്ന്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഉപകാരപ്രദമാകുമെങ്കിൽ ഉപകാരമാകട്ടെ എന്ന് എഴുതി. അപ്പോൾ ഈ ഒരു സ്കോർപിയോ റണ്ണിങ്ങിൽ ഓഫായി പോണ കംപ്ലൈൻറ്റ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മളൊരു സ്ഥലത്ത് ഇത് നന്നാക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് കംപ്ലൈൻറ്റുകൾ ഇതിൻ്റെ അകത്ത് ചെക്ക് ചെയ്യാനുണ്ട്. ഇപ്പോൾ പമ്പും നോസിലും ചെക്ക് ചെയ്യാനുണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രിക് ഭാഗം ചെക്ക് ചെയ്യാനുണ്ട്, ഇലക്ട്രിക് പരമായിട്ടുള്ള എന്തെങ്കിലും ഷോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓഫായി പോകും, അപ്പോൾ അത് ചെക്ക് ചെയ്യാനുണ്ട്. പിന്നെ ചെക്ക് ചെയ്യാണ്ടെങ്കിൽ ഡൈനാമോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട്. അപ്പം നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു സ്കോർപിയോ അതിന് മാത്രമായിട്ട് വരുന്ന എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ, അതാണ് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ പമ്പും നോസിലിൻ്റെ കംപ്ലൈൻറ്റ് കാരണം വണ്ടി റണ്ണിങ്ങിൽ ഓഫായി പോകും. ഇപ്പോൾ പമ്പ് കംപ്ലൈൻ്റ് ഉണ്ട്, പമ്പിൽ എയർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി പമ്പ് കംപ്ലൈൻ്റ് ആണെങ്കിൽ ഫ്യൂല് കയറി വരുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഓഫായി പോകും. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലൈൻ്റ് ഉണ്ട്. പക്ഷേ ഈ സ്കോർപിയോയ്ക്ക് മാത്രമായിട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഈ സ്കോർപിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. സ്കോർപിയോയുടെ ടാങ്കിൽ എയർ പ്രഷർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വണ്ടി റണ്ണിങ്ങിൽ ഓഫായി പോകും. അപ്പോൾ നമ്മൾ ഇതുപോലെ റണ്ണിങ്ങിൽ സ്കോർപിയോ ഏതെങ്കിലും ഓഫായി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂൽ ടാങ്കിൻ്റെ ക്യാപ്പ് ചെറുതായിട്ടൊന്ന് എയർ പ്രഷർ വരാത്ത രീതിയിലൊന്ന് തുറന്നു വെച്ചിട്ട് ഓടിക്കണം. തുറന്നു വെച്ചിട്ട് ഓടിച്ചു കഴിയുമ്പോൾ ഓഫായി പോകണില്ലാന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ കംപ്ലൈൻറ്റ്. ഫ്യൂൽ ടാങ്കിൽ എയർ പ്രഷർ വന്നിട്ട് ഫ്യൂല് വലിച്ചെടുക്കാൻ പറ്റാത്ത തരത്തിൽ എയർ പ്രഷറായിട്ട് നിന്നിട്ടാണ് വണ്ടി റണ്ണിങ്ങിൽ ഓഫായി പോണത്. അപ്പോൾ ആ ഒരു കംപ്ലൈൻറ്റ് അല്ലാന്ന് ഉറപ്പാണെങ്കിൽ നമ്മൾ പിന്നെ പമ്പ്, നോസിൽ, ഇലക്ട്രിക് ഭാഗം, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള അതും ഇതും എല്ലാം നോക്കുക. ആളുടെ അടുത്ത് ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ്. ഫ്യൂൽ ടാങ്ക് ഫസ്റ്റ് നോക്കുക, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കംപ്ലൈൻ്റ് ആണെന്ന് ഫ്യൂലിൻ്റെ ക്യാപ്പ് തുറന്നിട്ടിട്ടൊന്ന് ഓടിച്ചു നോക്കുക. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻ്റ് അല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതാണ് ഫസ്റ്റ് തന്നെ നോക്കാനുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ ഫ്യൂൽ ടാങ്കിൻ്റെ ക്യാപ്പിൻ്റെ എയർ പ്രഷറാണെങ്കിൽ നമ്മൾ ഫ്യൂലിൻ്റെ ടാപ്പിൻ്റെ ക്യാപ്പ് വന്നോടത്ത് ഭാഗത്തിൽ ചെറിയൊരു തുളയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ വണ്ടി പ്രഷർ കുറയ്ക്കാറൊക്കെ ഉണ്ട്. അതൊക്കെ അറിയാവുന്ന ആൾക്കാർ ചെയ്താലാണ് റെഡി ആവുള്ളൂ. അപ്പോൾ ഇതാണോ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ളൊരു പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.